Dear students, we are going to discuss about Raja's family. Making a shower. It was an evening after a heavy rain. ശക്തമായ മഴയ്ക്ക് ശേഷമുള്ള ഒരു സന്ധ്യാസമയം. Grandfather was picking flowers from the jasmine bush under the sandalwood tree. ചന്ദനമരച്ചുവട്ടിൽ നിന്ന് മുല്ലപ്പൂക്കൾ പെറുക്കുകയാണ് ഗ്രാൻഡ്ഫാദർ മുത്തച്ഛൻ. The leaves of the tree were full of raindrops. മരത്തിൻ്റെ ഇലകൾ ഒന്നാകെ മഴത്തുള്ളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. I knew I could make a rain if I shook the tree. എനിക്ക് മനസ്സിലായി ഈ മരം കുലുക്കുകയാണെങ്കിൽ ശക്തമായ മഴ പെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന്. ആൻഡ് ഗ്രാൻഡ്ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല മഴ കിട്ടുകയും ചെയ്യും. ഐ ലൈക്ക്ഡ് ബാത്തിങ് ഇൻ ദ റൈൻ. ഞാനാണെങ്കിൽ മഴയത്ത് കുളിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. ചിലപ്പോൾ എൻ്റെ മുത്തച്ഛൻ ഇത് ഇഷ്ടപ്പെടില്ല. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇത് നല്ലൊരു രസമാവുകയും ചെയ്യും. സോ ഐ ക്വയറ്റ്ലി വെൻ്റ് നിയർ ദി സാൻഡൽവുഡ് ട്രീ. അങ്ങനെ ശാന്തമായി ചന്ദന മരത്തിൻ്റെ അടുത്തേക്ക് ഞാനങ്ങ് ചെന്നു. ആൻഡ് ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആ മരത്തെ ഞാൻ ഒരൊറ്റ കുലുക്കൽ. ദർ വാസ് എ ഹെവി ഷവർ. ശക്തമായ മഴ പെയ്തു ആ സമയം. ബോത്ത് ഗ്രാൻഡ്ഫാദർ ആൻഡ് ഐ വാസ് സോക്കഡ്. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ മുത്തച്ഛനും നനഞ്ഞു കുതിർന്നു. ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു ഈ പരിപാടി. ബട്ട് ഗ്രാൻഡ്ഫാദർ ഡിഡിൻറ്റ് ഇറ്റ്. ഗ്രാൻഡ്ഫാദറിന് ഈ പരിപാടി തീരെ ഇഷ്ടമായില്ല. ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. കടുത്ത ദേഷ്യത്തോടു കൂടി എൻ്റെ മുത്തച്ഛൻ എന്നൊരു നോട്ടം നോക്കി. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. എനിക്ക് ഉറപ്പായി എൻ്റെ മുത്തച്ഛൻ എന്നെ പിടിച്ച് തല്ലുമെന്ന് ഉറപ്പായി. സോ ഐ റാൻ. ആ നിമിഷം ഞാൻ ഒരൊറ്റ ഓട്ടം. ഹി റാൻ ആഫ്റ്റർ മീ. എൻ്റെ മുത്തച്ഛൻ എന്നെ പിന്നാലെ ഓടി. ഐ റാൻ ഫാസ്റ്റ്. ഞാൻ ശക്തമായ ഓട്ടം നടത്തി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ. പക്ഷേ എൻ്റെ മുത്തച്ഛനോ അതിനേക്കാൾ ശക്തമായ ഓട്ടം നടത്തി. ഐ ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ വൻ ഹി സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. എന്നെ പിടിച്ചില്ല എന്ന തരത്തിലെത്തിയപ്പോഴേക്ക് എൻ്റെ മുത്തച്ഛൻ ഒരു വസ്തുവിന്മേൽ തടഞ്ഞങ്ങ് നിലത്തു വീണു. ആ നിമിഷം ഞാൻ എന്ത് ചെയ്തു അറിയോ? എൻ്റെ മുത്തച്ഛൻ എന്നെ തല്ലാൻ വരുന്ന സമയമാണല്ലോ. എൻ്റെ മുത്തച്ഛൻ വീണെന്ന് കണ്ടപ്പോൾ ഞാൻ ഐ റാൻ അവേ ടു ദി പാഡി ഫീൽഡ്. ഞാനൊരു വയലിലേക്ക് എടുത്തു ചാടി. നെൽവയലിലേക്ക് എടുത്തു ചാടി. ആൻഡ് ഹൈഡ് മൈ സെൽഫ് ദ. ഞാൻ ഒറ്റയ്ക്ക് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. ആ ഹിയേർഡ് ഗ്രാൻഡ്ഫാദർ ഷൗട്ട്. ഗ്രാൻഡ്ഫാദർക്ക് എണീറ്റിട്ട് എന്നെ വിളിക്കുകയാണ്. ഇല്ല, ഞാൻ എവിടെയാണ് പോയത് എന്ന് കാണാൻ വേണ്ടി ഗ്രാൻഡ്ഫാദർ എന്നെ വിളിച്ച് അലറുന്നുണ്ട്. ഷൗട്ട് ദാറ്റ് ഹൈ വുഡ് ടീച്ച് മീ എ ലെസൺ വെൻ ഐ കെയിം ബാക്ക് ഹോം. എടാ ജി വീട്ടിലേക്ക് വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം, ഒരു പാഠം പഠിപ്പിച്ച് തരാമെന്ന് മുത്തച്ഛൻ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. അതോടുകൂടി എനിക്ക് ശക്തമായി പേടി തോന്നി. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ഹോം. എനിക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹമേ ഇല്ലാതായിപ്പോയി. ബിക്കോസ് ഐ ഫിയർഡ് ഗ്രാൻഡ്ഫാദർ വുഡ് ബീറ്റ് മീ. എനിക്ക് ഉറപ്പായി എൻ്റെ ഗ്രാൻഡ്ഫാദർ എന്നെ തല്ലുമെന്ന് ഉറപ്പായ കാരണത്താൽ വീട്ടിൽ പോകാൻ തന്നെ എനിക്ക് ആഗ്രഹമില്ല. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്. ഞാൻ ആ നെൽവയലിൽ ഞാൻ അന്ന് താമസിക്കാൻ തീരുമാനിച്ചു. ഇന്ന് വീട്ടിൽ പോകുന്നില്ല, നെൽവയലിൽ തന്നെ താമസിക്കാമെന്ന് കരുതി. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. സമയം ഇരുട്ടായി വന്നപ്പോൾ ഐ വാസ് അഫ്രൈഡ്. എനിക്ക് പേടി തോന്നിയത് എന്താ അറിയോ? ടു സ്റ്റേ ദർ അലോൺ ഇൻ ദ ഡാർക്ക്നെസ്. ഈ ഇരുട്ടിൽ ഏകാന്തമായി നെൽവയലിൻ്റെ ഉള്ളിൽ കിടക്കുക എന്നുള്ളത് എനിക്ക് വല്ലാത്ത പേടി തോന്നി. ഐ റിമെമ്പേർഡ് ഓൾ ദി ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹിയർഡ്. ഞാൻ കേട്ട എല്ലാ പ്രേതകഥകളും ആ വയലിൻ്റെ ഉള്ളിൽ ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഐ സ്റ്റുഡ് അപ്പ്. എനിക്ക് പേടി തോന്നിയപ്പോൾ ഞാൻ അതിൽ നിന്ന് വെല്ലെ എണീറ്റു.
ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റും നോക്കിയിട്ട്, ആൻഡ് ദെൻ റാൻ ടുവാർഡ്സ് ഹോം, വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം. ഐ വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ, പക്ഷേ എനിക്ക് ഇപ്പോഴും പേടിയുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് വളരെയധികം പേടി തോന്നി. സോ ഐ ഡിഡ്ന്റ് ഗോ ഇൻസൈഡ് ദ ഹൗസ്, അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് ഞാൻ അന്ന് കയറിയില്ല. അന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എനിക്ക് ആഗ്രഹമില്ല. ഐ വെൻറ്റ് ടു ദി കൗഷട്ട്, ഞാൻ നേരെ പോയത് തൊഴുത്തിലേക്കാണ്. ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദ ലോഫ്റ്റ്, അതിൻ്റെ തട്ടിന് പുറത്ത് ഞാൻ ഒരു അഭയം കണ്ടെത്തി. ആരും കാണാതെ പുല്ലുകളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി വെക്കുന്ന ഈ കമ്പുകളൊക്കെ വെക്കുന്ന ഒരു സ്ഥലം, ഞാൻ അതിൻ്റെ മുകളിൽ ഒരു അഭയം കണ്ടു. ഫ്രം ദർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വരാന്ത സെയിങ് ഹിസ് പ്രൈസ്. അവിടെ നിന്ന് എനിക്ക് ശരിക്ക് കാണാൻ പറ്റും ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യുന്നത്, എന്തൊക്കെ പരിപാടി എന്ന് എനിക്ക് ശരിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ നിന്നു. ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വരാന്ത, വരാന്തയിൽ ഗ്രാൻഡ് ഫാദർ ഇരിക്കുന്ന രംഗം കാണാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ അവിടെ നിന്നു. എന്താണെന്നിട്ട് ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നത് സെയിങ് ഹിസ് പ്രൈസ്, തൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് മദർ വാസ് എ വെയിറ്റിംഗ് ഫോർ മീ, എൻ്റെ മുത്തശ്ശിയാണെങ്കിലോ എന്നെ കാത്തിരിക്കുകയാണ്. വെൻ ഐ ഡിഡിൻറ്റ് ടേൺ അപ്പ് ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവർ ഇൻ ദ ഹൗസ്, വീടിൻ്റെ എല്ലാ ഭാഗത്തും മുത്തശ്ശി എന്നെ തിരഞ്ഞു നടക്കുകയാണ്. ദെൻ ഷീ കെയിം ഔട്ട്സ്, എന്നിട്ട് എന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കാണാത്തത് കൊണ്ട് പുറത്തേക്ക് വന്നിട്ട് കാൾഡ് അലൗഡ് ഫോർ മീ, എന്നെ അത്യുച്ചത്തിൽ വിളിച്ചു. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവർ ഇൻ ദി ഗാർഡൻ, ഞാൻ ഗാർഡനിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മുത്തശ്ശിയുടെ ഈ ശക്തമായ വിളിയാളം. ഷീ ഡിഡിൻറ്റ് ഗെറ്റ് എനി ആൻസർ, മുത്തശ്ശിക്ക് ഒരു ആൻസറും കിട്ടുന്നില്ല, എൻ്റെ ഒരു മറുപടിയും കിട്ടാതിരുന്നപ്പോൾ. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആസ്ക്ഡ് ഹിം വേർ ഐ വാസ്, ഞാൻ എവിടെയാണുള്ളത് എന്ന് മുത്തച്ഛനോട് ചോദിച്ചു. അപ്പം മുത്തച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്, നീ വീടിൻ്റെ ഉള്ളിലൊക്കെ തിരഞ്ഞു നോക്ക്. ഗ്രാൻഡ് ഫാദർ സെഡ് ഹി ഈസ് ഹൈഡിങ് സംവർ, അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കുമെന്ന് മുത്തച്ഛൻ പറഞ്ഞു. ഹി ഈസ് നോട്ട് ഇൻ ദ ഹൗസ്, അവൻ വീട്ടിലൊന്നുമില്ല കേട്ടോ, അവൻ വീട്ടിലില്ല. ഗ്രാൻഡ് മദർ സെറ്റ്, മുത്തശ്ശി പറയാണ്. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവർ, വീടിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ അവനെ തിരഞ്ഞു നടന്നു. ദ ന്യൂസ് സ്പ്രെഡ്സ്, വാർത്ത പരക്കുകയാണ്. ന്യൂസ് സ്പ്രെഡ്സ്, വാർത്ത പരക്കുന്നു. എന്താ വാർത്ത? ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ്, ഗ്രാൻഡ് ഫാദർ തൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റിട്ട് ആൻഡ് വെൻറ്റ് ഔട്ട് സൈഡ്സ് കാൾഡ് അലൗഡ്, പുറത്ത് ചെന്നിട്ട് എന്നെ വിളിച്ചു ഉറക്ക അത്യുച്ചത്തിൽ വിളിക്കുകയാണ്. കം രാജ കം, രാജാ വാ, ഇങ്ങോട്ട് വാ, കടന്നു വാ, ഐ വോണ്ട് ബീറ്റ് യു, ഞാൻ നിന്നെ തല്ലൂലട്ടോ, നീ പേടിക്കണ്ട, എനിക്ക് യാതൊരു പേടിയും വേണ്ട, ഞാൻ നിന്നെ തല്ലൂലട്ടോ എന്ന്. ബട്ട് ഐ ഡിഡിൻറ്റ് ആൻസർ ഹിം, മുത്തച്ഛൻ വിളിച്ചിട്ടും ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല, അടി കിട്ടുമോ എന്ന പേടി. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ, മുത്തച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ശേഷം മുത്തച്ഛൻ തല്ലാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നില്ല. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്, ദേഷ്യം പിടിച്ച് മുത്തശ്ശി പറഞ്ഞു, ഹി വോണ്ട് കം, അവനൊരിക്കലും വീട്ടിലേക്ക് വരൂല. യു ഡ്രോവ് ഹിം അവേ, നിങ്ങളാണല്ലേ അവനെ ഓടിപ്പിച്ചത്, പേടിപ്പിച്ചിട്ടുണ്ടാവൂലേ. ഐ ഹിയർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം, അവൻ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ തല്ലുമെന്ന് പറഞ്ഞ കാരണത്താൽ അവൻ പേടിച്ച് നിൽക്കുകയാണല്ലേ. പുവർ ചൈൽഡ്, പാവം കുട്ടി. ഹി ഈസ് അഫ്രൈഡ് ഓഫ് യു, അവൻ നിങ്ങളെ പേടിച്ച് നിൽക്കുന്നുണ്ടോ, വല്ലാത്ത പാവം കുട്ടിയാണ് കേട്ടോ. ആൻഡ് ഹാസ് റൺ അവേ, നിങ്ങളെ പേടിച്ചത് എവിടേക്കെങ്കിലും ഓടിപ്പോയതായിരിക്കും. ഗ്രാൻഡ് ഫാദർ കാൾഡ് സെർവൻസ്, സേവകരെല്ലാവരെയും മുത്തച്ഛൻ വിളിച്ചു. ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ, പുറത്ത് ചെന്ന് എന്നെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ദ വെൻറ്റ് ഔട്ട്സ്, അവർ പുറത്തെല്ലാം തിരഞ്ഞു നടന്നു. ബട്ട് ആഫ്റ്റർ എ വൈൽ റിട്ടേൺ ടു സേ ദാറ്റ് ദേ couldn't find me, കുറഞ്ഞ സമയത്തിന് ശേഷം അവർ മുത്തച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന മറുപടിയുമായി അവരെത്തി. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്, അത് കേട്ടതോടുകൂടി മുത്തശ്ശി കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ്, മുത്തച്ഛനും ആ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ആൻഡ് ഡൗൺ ടു ദി കോർട്ട്യാർഡ്, മുറ്റത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് അങ്ങ് നടക്കുന്നു മുത്തച്ഛൻ.
ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ് സ്പ്രെഡ്. ഞാൻ നഷ്ടപ്പെട്ടു, എന്നെ കാണാനില്ല എന്ന വാർത്ത പരിസരം ഒന്നടങ്കം പ്രചരിച്ചു. അവർ നൈബേഴ്സ് കെയിം ഫാസ്റ്റ്. ആദ്യം വീട്ടിലേക്ക് ഓടി വന്നത് ഞങ്ങളുടെ അയൽവാസികളാണ്. ദെൻ അവർ റിലേറ്റീവ്സ്, പിന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ ഓടിയെത്തി. ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹയേർഡ് ദ ബാഡ് ന്യൂസ്. പിന്നീട് വാർത്ത കേട്ട പല ആളുകളും വീടിൻ്റെ ഭാഗത്തേക്ക് ഓടി വന്നു. മെനി കെയിം ടു ഓഫർ ദ സിമ്പതീസ് ടു ഗ്രാൻഡ് ഫാദർ. എല്ലാവരും വന്നിട്ട് മുത്തച്ഛനോട് അവരുടെ സിമ്പതി പറയുകയാണ്. പക്ഷേ ഗ്രാൻഡ് ഫാദർ ഡിഡിൻറ്റ് ലൈക്ക് ദിസ്. ഗ്രാൻഡ് ഫാദറിന് ഇവരുടെ സിമ്പതി, അനുകമ്പ, സഹതാപം തീരെ ഇഷ്ടപ്പെട്ടതേയില്ല. ഹി ഷൗട്ടഡ്. ഇവരുടെ സഹതാപം കേട്ടപ്പോൾ മുത്തച്ഛൻ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദി ബോയ്. എൻ്റെ കുട്ടിക്കൊന്നും പറ്റൂലട്ടോ, പറ്റിയിട്ടില്ല. ഹീ ഈസ് ഹൈഡിങ് സംവർ. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ്, അവനക്കൊന്നും പറ്റിയിട്ടില്ല. കാൺ സം ഓഫ് യു ഗോട്ട്സ് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. നിങ്ങൾ ഇവിടെ നിന്ന് കരയുന്നതിനേക്കാളും ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മകനെ പോയി അന്വേഷിച്ചൂടെ നിങ്ങൾക്ക്? ഇവിടെ നിൽക്കണം നിങ്ങൾ. സം ഓഫ് ദം വെൻ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. അങ്ങനെ കുറച്ച് ആളുകൾ എന്നെ തിരഞ്ഞ് പുറം ഭാഗത്ത് ചെന്നു. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം. ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വന്നു. ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. അങ്ങനെ പെട്ടെന്ന് വീടിൻ്റെ ഭാഗത്ത് വലിയൊരു ജനക്കൂട്ടം നിറഞ്ഞു. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗൈൻ. ഞാൻ എന്നെ കാണുമെന്ന പ്രതീക്ഷ പരിപൂർണമായിട്ട് എൻ്റെ മുത്തശ്ശിക്ക് നഷ്ടപ്പെട്ടു. എന്നെ തിരിച്ചു കിട്ടില്ല എന്ന പ്രതീക്ഷയിലാണ് മുത്തശ്ശി. സി സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ പീപ്പിൾ. എൻ്റെ മുത്തശ്ശി ആളുകളോട് പറയാൻ തുടങ്ങി, വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. ഞാൻ എത്ര നല്ല കുട്ടിയായിരുന്നു എന്ന വാചകം അമ്മൂമ്മ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺഡ് വിത്തൗട്ട് ഫൈൻഡിങ് മീ. അന്വേഷിക്കാൻ ചെന്ന ആളുകളൊക്കെ എന്നെ കാണാതെ തിരിച്ചു വന്നു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. ഇതോടുകൂടി അമ്മൂമ്മയുടെ കരച്ചിൽ അത്യുച്ചത്തിലായി. ദ വിമൺ ഇൻ ദ ക്രൗഡ് ആൾസോ വെപ്റ്റ്. ഇത് കേട്ടതോടുകൂടി അവിടെ തടിച്ചു കൂടിയിരുന്ന എല്ലാ സ്ത്രീകളും, ആ സ്ത്രീ കൂട്ടം തന്നെ എല്ലാവരും കരയാൻ തുടങ്ങി. ദ സെർവൻസ് ഓഫ് ദി ഹൗസ് ജോയിൻ ഇൻ ദ വൈലിംഗ്. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻ ഇൻ ദ വൈലിംഗ്. ഈ വിഷമത്തിൽ ആ വന്നിരിക്കുന്ന സേവകരെല്ലാവരും ഈ വിഷമത്തിൽ പങ്കെടുത്തു. ദ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വാസ് ഡെഡ്. എല്ലാവരുടെയും കണക്ക് കൂട്ടൽ ഞാൻ മരിച്ചു എന്ന ചിന്തയിലാണ്. എല്ലാവരും വിചാരിച്ചു ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ. പക്ഷേ എനിക്ക് അമ്മൂമ്മയോട് പാവം തോന്നി. ഐ വാണ്ടഡ് ടു കം ഔട്ട്. പക്ഷേ എനിക്ക് വരണമെന്നുണ്ട്, പുറത്ത് വരണം. ഹീ ഗ്രാൻഡ് മദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ്. പക്ഷേ ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. പക്ഷേ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലോ ഭയങ്കര ശക്തമായ മനുഷ്യനാണ്, സ്ട്രോങ് ആണ്. അപ്പോൾ അയാൾ ഇനിയും തല്ലോ എന്ന പ്രതീക്ഷയിൽ പേടി കൊണ്ട് പോകാൻ തോന്നുന്നുമില്ല. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി അയാൾക്കും പാവം തോന്നിയിട്ടുണ്ട് എന്ന്. ഹി ഡിഡിൻറ്റ് ഹവർ ലോസ് ഹോപ്പ്. ഹി സ്റ്റുഡ് അപ്പ്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പം ഗ്രാൻഡ് ഫാദർ എണീറ്റ് നിന്നു. ടേൺഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ. ഞങ്ങളുടെ കുടുംബ അമ്പലത്തിന് നേരെ തിരിഞ്ഞു നിന്നിട്ട് പ്രൈഡ്. മുത്തച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെൽപ്പ് മീ ഗോഡ്, ഹെൽപ്പ് മീ ഗോഡ്. ദൈവമേ എന്നെ സഹായിക്കൂ ദൈവമേ. ഹി സെറ്റ് ഗിവ് മീ മൈ ചൈൽഡ്. എൻ്റെ കുട്ടി എനിക്ക് തിരിച്ചു തരണേ. ഐ വാണ്ട് ഹിം നൗ. എനിക്ക് തീർച്ചയായും അവൻ ഇപ്പോൾ വേണം. ഐ കാണ്ട് വെയിറ്റ് എനി ലോങ്ങർ. എനിക്ക് കൂടുതൽ സമയം കാത്തിരിക്കാൻ വയ്യ ദൈവമേ, പെട്ടെന്ന് എനിക്ക് എൻ്റെ മകനെ തരണം. ഹി ദെൻ സ്റ്റുഡ് സൈലൻറ്റ് ഇൻ പ്രയർ. അങ്ങനെ പ്രാർത്ഥനയിലായി നിശബ്ദമായിട്ട് അയാളിങ്ങ് കുറേ സമയം നിന്നു. അറ്റ് ദാറ്റ് മൊമെൻറ്റ്, അങ്ങനെ മുത്തച്ഛൻ പ്രാർത്ഥനയിൽ ഇങ്ങ് നിൽക്കുന്ന സമയത്ത്, ആ സമയം അങ്കിൾ റിട്ടേൺ. അങ്കിൾ ആ സമയം വീട്ടിലേക്ക് എത്തി. ഹീ ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. അങ്കിൾ വന്നപ്പോൾ ഇവിടെ കാണുന്ന അവസ്ഥയെല്ലാം കണ്ടപ്പം അങ്കിൾ മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ട് എന്ന്. അങ്കിൾ എന്ത് ചെയ്തു അറിയോ? അവിടുത്തെ അവസ്ഥയെല്ലാം പഠിച്ചെടുത്തു, ഇപ്പം നടക്കുന്ന അവസ്ഥ എന്തായെന്ന്. അങ്ങനെ ഹീ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്. അങ്ങനെ അങ്കിൾ എന്ത് ചെയ്തു? പരിസരമെല്ലാം നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കി ഞാൻ എവിടെയുള്ളതെന്ന് അങ്കിളിന് ശരിക്കും മനസ്സിലായി. ഈ കെയിം ടു ദി കൗ ഷെഡ്. അങ്കിൾ നേരെ തൊഴുത്തിലേക്ക് വന്നിട്ട് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. മോനെ താഴേക്ക് വാ എന്ന് ആവശ്യപ്പെട്ടു എന്നോട്. ഐ കെയിം ഡൗൺ. അങ്കിൾ ആവശ്യപ്രകാരം ഞാൻ താഴേക്ക് വന്നു. ഞാനാണെങ്കിലോ
അവിടെ പോകാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യവുമില്ല. അങ്കിളിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ താഴേക്ക് വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദി ഹൗസ്. അങ്കിൾ എന്നെ എന്ത് ചെയ്തു? വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ. ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. അവസാനിക്കുമ്പോഴേക്ക് എന്നെയും കൂട്ടി ആ വീട്ടിലേക്ക് ചെന്നു അങ്കിൾ. ആൻഡ് ടേൺഡ്. പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. മുത്തച്ഛന് പിന്നിലായിട്ട് നിൽക്കുന്ന രംഗമാണ് മുത്തച്ഛൻ കാണുന്നത്. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്. സന്തോഷത്തോടെ കൈകളിൽ എന്നെ എടുത്തുകൊണ്ട് ഹഗ്ഡ് മീ സെറ്റ്. എന്നെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, ഗോഡ് ഹിയർഡ് മൈ പ്രേയേഴ്സ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നല്ല ദൈവം അല്ലേ? ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്. എന്നെ നിങ്ങൾ തിരിച്ചു തന്നിരിക്കുന്നു. ഈ മകനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു എന്ന് ദൈവം ആ നിമിഷം എല്ലാവരുടെ മുമ്പിലായി അത് ദൈവത്തോട് പറയുകയാണ് മുത്തച്ഛൻ. ഇതിൽ ചില ചോദ്യഭാഗങ്ങളുണ്ട്. ഈ ചോദ്യഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചോദ്യങ്ങളെല്ലാം ഓരോരുത്തരും എന്ത് ചെയ്യണം? ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതിയിരിക്കണം. സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? ചോദ്യം വേണമെങ്കിൽ പറയാം. ഹൗ ഡു യു ടു പ്ലേ വിത്ത് അറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ ആരോടൊപ്പം കളിക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? ആറാമത്തെ ചോദ്യം. ഏഴാമത്തെ, വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ദി ഗ്രാൻഡ് ഫാദർ വെൻ ഹി വാസ് സോക്ക്ഡ് ഇൻ ദ ഷവർ. മഴയിൽ കുട്ടി കുളിക്കുക മഴയിൽ കുതിർന്നപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രതികരണം എന്തായിരുന്നു? റിയാക്ഷൻ മീൻസ് പ്രതികരണം. എന്തായിരുന്നു പ്രതികരണം? എട്ടാമത്തെ ചോദ്യം. വൈ ഡിഡ് രാജ സെലക്ട് ലോഫ്റ്റ് ഇൻ ദ കൗഷഡ് ഹാസ് ഹിസ് ഹൈഡിങ് പ്ലേസ്. ഒളിച്ചു നിൽക്കാൻ തൊഴുത്തിൻ്റെ മുകൾ ഭാഗം രാജ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും? മുകളത്തെ തട്ടിലാണ് രാജൻ സ്ഥലം തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് ആ കാരണം? ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വറീഡ് വെൻ ഹി ന്യൂ ദാറ്റ് രാജ വാസ് മിസ്സിങ്. രാജനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പം മുത്തശ്ശി വളരെ അധികം ദുഃഖത്തിലാണ്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ഫ്രം ദി പാസേജ് വിച്ച് കൺവേ ദിസ് ഐഡിയ. ഈ ആശയം പറയുന്ന വാചകം എവിടെയുള്ളത്? അമ്മൂമ്മ വളരെ സങ്കടത്തിലാണെന്ന് പറഞ്ഞ വാചകം ഉണ്ടല്ലോ, ആ ആശയം കണ്ടെത്തുന്ന വരി നിങ്ങൾ ബുക്കിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ. ഗ്രാൻഡ് മദർ ഫെൽറ്റ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ. അമ്മൂമ്മക്ക് മുത്തശ്ശിക്ക് ഗ്രാൻഡ് ഫാദറിനോട് വളരെയധികം ദേഷ്യം തോന്നി. ഡു യു സപ്പോർട്ട് ദി ഗ്രാൻഡ് മദർ? വൈ? നിങ്ങൾ അമ്മൂമ്മയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അനുകൂലിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന കാരണം കൂടി എഴുതണം. വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ലോസ് ഹിസ് ടെമ്പർ. ഗ്രാൻഡ് ഫാദറിൻ്റെ മാനസിക നില തകരാനുള്ള കാരണമെന്ത്? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ മാനസിക നില തകർന്നത്? രാജ വൈ കുഡിൻറ്റ് ദേ ഫൈൻഡ് ഹിം. എവിടെയാണ് ജനങ്ങൾ രാജയെ തിരഞ്ഞു നടന്നത്? എന്തുകൊണ്ട് അവർക്ക് അവനെ കണ്ടെത്താനായില്ല? ഐ വാണ്ടഡ് ടു കം ഔട്ട്. വാട്ട് പ്രിവെൻറ്റ് രാജ ഫ്രം കമ്മിങ് ഔട്ട്. എനിക്ക് താഴെ വരണമെന്നുണ്ട്, അവിടേക്ക് വരണമെന്നുണ്ട്, പക്ഷേ അവിടെ വരാൻ തടഞ്ഞ കാര്യം എന്തായിരുന്നു? വാട്ട് വുഡ് രാജ സേ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ വെൻ ഹി റിട്ടേൺ ഹോം. വീട്ടിലേക്ക് മടങ്ങി വന്നപ്പം രാജ മുത്തച്ഛനോട് പറഞ്ഞ കാര്യം എന്തായിരിക്കും? കുറച്ച് വാക്കർത്ഥങ്ങൾ പറയാം. സാൻഡൽവുഡ്, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക എല്ലാവരും. സാൻഡൽവുഡ് പറഞ്ഞാൽ ചന്ദനമരം. സാൻഡൽവുഡ്, ചന്ദനമരം. സോക്കഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ് കുതിരുക. നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിനൊക്കെ സോക്കഡ് എന്ന് പറയും. നനഞ്ഞ് കുതിരിയാണ് ഇവിടെ അർത്ഥം. വെറ്റ് എന്ന് പറഞ്ഞാൽ വെറും നനയുന്നതിനാണ് വെറ്റ് അറിയുക. സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ എന്നാൽ തടഞ്ഞു വീഴുക. സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ, തടഞ്ഞു വീഴുക. അടുത്ത വാക്ക് റിയാക്ഷൻ, പ്രതികരണം. അടുത്തത് പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ
നെൽവയൽ. പാഡി ഫീൽഡ്, നെൽവയൽ. സ്റ്റേയ്ഡ്, താമസിച്ചു. സ്റ്റേയ്ഡ് മീൻസ് താമസിച്ചു. വീപ്പിംഗ്, വീപ്പിംഗ് മീൻസ് കരച്ചിൽ. വീപ്പിംഗ്, കരച്ചിൽ. കോർട്ട്യാർഡ്, മുറ്റം. കോർട്ട്യാർഡ്, മുറ്റം. ടെമ്പർ, മാനസിക നില, മാനസിക അവസ്ഥ. ടെമ്പർ, മാനസിക നില. സെർച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ്, നല്ലൊന്ന് എളുപ്പമുള്ളൊന്ന് പറഞ്ഞെന്നുള്ളൂ. അന്വേഷിക്കുക. സെർച്ച് മീൻസ് അന്വേഷിക്കുക. ക്രൗഡ്, ജനക്കൂട്ടം. വലിയ ജനക്കൂട്ടത്തിനാണ് ക്രൗഡ് എന്ന് പറയുക. എല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ് ടെമ്പിൾ, അമ്പലം. പ്രിവെൻറ്റഡ്, തടഞ്ഞു. എന്താണ് പ്രിവെൻറ്റ് ചെയ്തത്, തടഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ഗസ്ഡ്, ഊഹിച്ചു. ഗസ്ഡ് മീൻസ് ഊഹിച്ചു. കൗഷഡ്, തൊഴുത്ത്. കൗഷഡ്, തൊഴുത്ത്. വാട്ട് വുഡ്, എന്താകും. വാട്ട് വുഡ്, എന്താകും. ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം എഴുതണം എല്ലാവരും കേട്ടോ.